ദൂതന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ ദശരഥ മഹാരാജാവ് കൗസല്യ തുടങ്ങിയ രാജ്ഞിമാരെയും ഭരതൻ, ശത്രുഘ്നൻ എന്നീ പുത്രന്മാരെയും കൂട്ടി വലിയൊരു ചതുരംഗ സൈന്യത്തോടും മംഗളവാദ്യത്തോടും കൂടി മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. മിഥിലാധിപനായ ജനക മഹാരാജാവ് അവരെ ആദരവോടെ സ്വീകരിച്ചു. വസിഷ്ഠ മഹർഷിയും അദ്ദേഹത്തിന്റെ പത്നി അരുന്ധതിയും ജനകന്റെ കുലഗുരുവായ ശതാനന്ദനും പരസ്പരം ബന്ധിച്ച് കുശലാന്വേഷണം നടത്തി. രാമലക്ഷ്മണന്മാർ ഓടിയെത്തി പിതാവായ ദശരഥന്റെയും അമ്മമാരുടെയും വസിഷ്ഠന്റെയും പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ദശരഥൻ ആനന്ദ കണ്ണീരോടെ രാമനെയും ലക്ഷ്മണനെയും കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് നിർത്തി. ജനക മഹാരാജാവ് ദശരഥന്റെ കൈകൾ പിടിച്ച് അതീവ സന്തോഷത്തോടെ പറഞ്ഞു, രാജാവേ, അങ്ങക്ക് 4 പുത്രന്മാരുള്ളതുപോലെ എനിക്കും എൻ്റെ സഹോദരനുമായി 4 കന്യകമാരുണ്ട്. അതിനാൽ ഈ 4 രാജകുമാരന്മാർക്കും നമ്മുടെ 4 പെൺകുട്ടികളെ ഒന്നിച്ച് വിവാഹം കഴിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വസിഷ്ഠൻ, സദാനന്ദൻ, വിശ്വാമിത്രൻ എന്നീ മഹർഷിമാർ ഒത്തുചേർന്നു ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് വിവാഹത്തിനുള്ള ശുഭമുഹൂർത്തം നിശ്ചയിക്കുകയും ചെയ്തു. വിവാഹത്തിനായി അതിമനോഹരമായ ഒരു മണ്ഡപം ഒരുക്കി. മുത്തുമാലകളും പുഷ്പങ്ങളും പഴങ്ങളും തൂക്കി നവരത്നങ്ങൾ പതിച്ച തൂണുകൾ നാട്ടി സ്വർണ്ണപീഠം വെച്ച് മണ്ഡപം അലങ്കരിച്ചു. മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ശ്രീരാമനെ മണ്ഡപത്തിലേക്ക് ആനയിച്ചു. ജനക മഹാരാജാവ് ഭക്തിയോടെ ശ്രീരാമന്റെ പാദങ്ങൾ കഴുകി ആ തീർത്ഥം തലയിൽ തെളിച്ചു. തുടർന്ന് ജനകൻ തന്റെ മകളായ വൈദേഹിയെ അഥവാ സീതയെ രാമന് കന്യാദാനം ചെയ്തു നൽകി. ഇതേ സമയം തന്നെ ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശത്രുകീർത്തിയെയും വിവാഹം ചെയ്തു. വിവാഹ സമയത്ത് ജനകൻ വിശ്വാമിത്രനോടും വശിഷ്ഠനോടും സീതയുടെ ജന്മരഹസ്യം പങ്കുവച്ചു. പണ്ട് ഞാൻ യാഗഭൂമി ഉഴുതുമറിച്ചപ്പോൾ മണ്ണിൽ നിന്നാണ് എനിക്ക് ഈ ദിവ്യ കന്യകയെ ലഭിച്ചത്. അതുകൊണ്ട് ഞാൻ അവൾക്ക് സീത എന്ന് പേരിട്ടു. ഒരിക്കൽ നാരദ മഹർഷിയുടെ കൊട്ടാരത്തിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഇവൾ സാധാരണ പെൺകുട്ടിയല്ല, സാക്ഷാൽ മഹാലക്ഷ്മിയായ യോഗമായാദേവിയാണെന്ന്. ഭൂമിയിലെ രാക്ഷസന്മാരെ നിഗ്രഹിച്ച് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി മഹാവിഷ്ണു ശ്രീരാമനായ മനുഷ്യരൂപത്തിൽ അവതരിച്ചിരിക്കുകയാണ് എന്ന്. ആ രാമന് വേണ്ടിയാണ് ലക്ഷ്മി ദേവി സീതയായി ജനിച്ചിരിക്കുന്നത് എന്നും. അതുകൊണ്ട് സീതയെ രാമന് തന്നെ വിവാഹം കഴിച്ചു നൽകണം എന്നായിരുന്നു നാരദൻ എന്ന് പ്രവചിച്ചത്. അങ്ങനെ തന്നെയാണ് ഇന്ന് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഭഗവാനെ നേരിൽ കണ്ടപ്പോൾ ജനകൻ പറയുന്നു, താമരക്കണ്ണനായ ഭഗവാനെ, അങ്ങയുടെ അനുഗ്രഹത്താൽ നിന്ന് എൻ്റെ മനുഷ്യജന്മം സഫലമായി. കാർമേഘം മിന്നലിനോട് ചേർന്നിരിക്കുന്നത് പോലെ പ്രപഞ്ച ശക്തിയായ സീതയോടൊപ്പം അങ്ങയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്. അങ്ങയുടെ പാദങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന തീർത്ഥം തലയിൽ ചൂടിയാണ് ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കുന്നതും ശിവൻ സംഹരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയുടെ പാദധൂളി തട്ടിയാണ് അഹല്യ ശാപമുക്തയായത്. യോഗ്യവര്യന്മാർ എപ്പോഴും ധ്യാനിക്കുന്ന അങ്ങയുടെ പാദങ്ങളിൽ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാവണം. ശ്രീരാമസ്തുതികൾക്ക് ശേഷം അതിയായ സന്തോഷത്തോടെ ജനക മഹാരാജാവ് തന്റെ മകളായ സീതയ്ക്ക് വലിയ തോതിൽ യാത്രാ സമ്മാനങ്ങളും സ്ത്രീധനവും നൽകുന്നു. 100 ആനകൾ, 10,000 രഥങ്ങൾ, 1,00,000 കുതിരകൾ, 1,00,000 ദാസിമാർ, വിലപിടിപ്പുള്ള പലതരം ദിവ്യവസ്ത്രങ്ങൾ, മുത്തുമാലകൾ, പലതരം ദിവ്യരത്നങ്ങൾ, കോടിക്കണക്കിന് സ്വർണ്ണ നാണയങ്ങൾ, ഇവയെല്ലാം ജനകൻ സീതാദേവിക്ക് നൽകുകയും ശ്രീരാമൻ അത് പ്രീതിയോടെ സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് ശ്രീരാമൻ വസിഷ്ഠൻ, വിശ്വാമിത്രൻ തുടങ്ങിയ മഹർഷിമാരെ ആചാരപൂർവ്വം വണങ്ങി പൂജിച്ചു. ദശരഥ മഹാരാജാവ് സുമന്ത്രർ ഉൾപ്പെടെയുള്ള തന്റെ മന്ത്രിമാർക്കും സൈന്യത്തിനും സമ്മാനങ്ങൾ നൽകി ആദരിച്ചതിനു ശേഷം മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് തിരിക്കാൻ ഒരുങ്ങി. യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് ജനക മഹാരാജാവ് മകളായ സീതയെ ശ്രീരാമന്റെ കൈകളിൽ ഏൽപ്പിച്ചു. വിട പറയുന്ന വേളയിൽ ഒരു പിതാവിന്റെ കടമയെന്നോണം മകൾക്ക് പാലിക്കേണ്ട പതിവ്രത ധർമ്മങ്ങളെല്ലാം ജനകൻ ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ജ്ഞാനസ്വരൂപനായ ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം യാത്ര തിരിച്ചു. മൃദംഗം, ബേരി, ശംഖ്, കാഹളം തുടങ്ങിയ മംഗളവാദ്യങ്ങളുടെ വൻ മുഴക്കത്തോടെയും ആനയും കുതിരയും കാലാളും അടങ്ങുന്ന വലിയ ചതുരംഗ സേനയുടെ അകമ്പടിയോടെയും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടുമൊപ്പം അവർ അയോധ്യയിലേക്ക് മടങ്ങുന്ന അതിമനോഹരമായ രംഗം എല്ലാവരും കൺകുളിർക്കെ കണ്ടു.